നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. പിണറായി വിജയന് ശേഷം CPM-നെ ആര് നയിക്കും? 2026 തെരഞ്ഞെടുപ്പിൽ CPM-ന് ഭരണം നഷ്ടപ്പെടുകയും പിണറായി വിജയൻ തിരശീലയ്ക്ക് പിന്നിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ ആരായിരിക്കും CPM-ന്റെ നിയമസഭാ കക്ഷി നേതാവ്? ഈ ചോദ്യം കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത് തന്നെ ഉയർന്നു കേട്ടതാണ്. ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ പേരാണ് പിണറായി മാറിയാൽ ആ സ്ഥാനത്തേക്ക് ഉയർന്നു കേൾക്കുന്നത്. ധനകാര്യമന്ത്രി എന്ന നിലയിൽ അത്യാവശ്യം നല്ല പ്രവർത്തനം കാഴ്ചവെച്ച KN ബാലഗോപാൽ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും പുതിയ തലമുറയിലെ ഏറ്റവും സീനിയർ നേതാവുമാണ്. അതുകൊണ്ട് തന്നെ പിണറായി വിജയന് ശേഷം നിയമസഭയിൽ CPM-ന്റെ മുഖമാവുക KN ബാലഗോപാൽ ആയിരിക്കുമെന്നുള്ള സൂചനയാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ നൽകുന്നത്. MA ബേബിക്കും കണ്ണൂർ ലോബിയെ എതിർക്കുന്നവർക്കുമെല്ലാം KN ബാലഗോപാൽ സുസമ്മതനാണ് എന്നാണ് സൂചന. 2026 തെരഞ്ഞെടുപ്പിന് ശേഷം ഇടതുമുന്നണിയും CPM-ഉം പ്രതിപക്ഷത്താവുകയാണെങ്കിൽ പ്രതിപക്ഷത്തിരുന്ന് പാർട്ടിയെയും മുന്നണിയെയും നയിക്കേണ്ട ചുമതല KN ബാലഗോപാലിൽ വന്നു ചേരാമെന്നാണ് ഇപ്പോൾ പാർട്ടി വൃത്തങ്ങൾ നൽകുന്ന സൂചന. പിണറായി വിജയന് മാത്രമല്ല CPM-ലെ ഏറെക്കുറെ എല്ലാ നേതാക്കൾക്കും KN ബാലഗോപാലിനോട് താല്പര്യമുണ്ട്. മുഹമ്മദ് റിയാസിന്റെ പേരുകൾക്ക് നേരത്തെ തന്നെ പറഞ്ഞു കേട്ടെങ്കിലും CPM-ന്റെ ഒരു രീതി അനുസരിച്ച് ഏറ്റവും സീനിയറായ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം ആണ് പാർട്ടിയെ പിന്നീട് നയിക്കുക. ഇപ്പോൾ രണ്ടാമത്തെ തലമുറയിൽ, കാരണം പിണറായി വിജയൻ, MA ബേബി, MV ഗോവിന്ദൻ ഇവർക്കെല്ലാം ശേഷമുള്ള രണ്ടാമത്തെ തലമുറയിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള അംഗമാണ് KN ബാലഗോപാൽ. താരതമ്യേന ചെറുപ്പക്കാരനായ KN ബാലഗോപാൽ ഇപ്പോൾ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. DYFയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു, രാജ്യസഭാ അംഗമായിരുന്നു. അതോടൊപ്പം BS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിരുന്നു. പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ നേതാക്കളിൽ ഒരാളായിട്ടാണ് KN ബാലഗോപാൽ അറിയപ്പെടുന്നത്. മാത്രമല്ല അദ്ദേഹത്തിനെതിരെ ഇതുവരെ യാതൊരു ആരോപണങ്ങളോ അപവാദങ്ങളോ ഉയർന്നു വന്നിട്ടില്ല. ഒരു ജെന്റിൽമാൻ പൊളിറ്റീഷ്യൻ എന്നുള്ള പേരുള്ള ആളാണ് KN ബാലഗോപാൽ. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത്തെ തലമുറയിൽ CPM-നെ നയിക്കാനുള്ള നറുക്കു വീഴുക KN ബാലഗോപാലായിരിക്കുമെന്നുള്ള സൂചന പാർട്ടി വൃത്തങ്ങൾ നൽകുന്നുണ്ട്. കഴിഞ്ഞ പാർട്ടി തെരഞ്ഞെടുപ്പ് കാലത്ത്, പാർട്ടി സമ്മേളന കാലത്ത് തന്നെ ഇത്തരത്തിലുള്ള ചില ചിന്തകളും ചർച്ചകളും CPM-നുള്ളിൽ ഉയർന്നു വന്നിരുന്നു. പിണറായിക്ക് ശേഷം ആര് എന്ന് പുറത്താരും പറഞ്ഞില്ലെങ്കിലും അകത്ത് ഇത്തരത്തിലുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നുണ്ടായിരുന്നു. അന്ന് വലിയൊരു വിഭാഗം നേതാക്കൾ KN ബാലഗോപാലിനെയാണ് ഉറ്റുനോക്കിയിരുന്നത്. ബാലഗോപാലിനെ പോലെ പൊതുവെ നല്ലൊരു പ്രതിച്ഛായുള്ള ആൾക്ക് കേരളത്തിലെ CPM-നെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്നുള്ള വിശ്വാസമാണ് CPM നേതാക്കൾ എല്ലാം പ്രകടിപ്പിച്ചത്. തോമസ് ഐസക്, G സുധാകരൻ, EP ജയരാജൻ തുടങ്ങിയ നേതൃനിര, പിണറായിക്ക് ശേഷമുള്ള നേതൃനിര ഏറെക്കുറെ മൂലയ്ക്ക് ഒതുങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ പിണറായി മാത്രമാണ് CPM-ന്റെ ഏക ഛത്രാധിപതി. പിണറായിക്ക് ശേഷം നേതൃത്വം നൽകാൻ പറ്റിയ നേതാക്കളാരും ഇപ്പോൾ സജീവ രാഷ്ട്രീയത്തിലില്ല. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ തലമുറയിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുക്കേണ്ടി വരുമെന്ന സൂചന പാർട്ടി നേരത്തെ തന്നെ നൽകിയിരുന്നു. അതുകൊണ്ട് അതിൽ ഏറ്റവും മികച്ചയാൾ KN ബാലഗോപാലാണെന്നുള്ള സൂചനയാണ് പാർട്ടി വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്നത്. പിണറായിയുടെ പിൻഗാമി KN ബാലഗോപാൽ ആയിരിക്കുമോ എന്നൊന്നും ഉറപ്പിച്ചു പറയാൻ നമുക്കിപ്പോൾ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, പിണറായി മാറിക്കഴിഞ്ഞാൽ KN ബാലഗോപാലിനെ പോലൊരു നേതാവിന് കൂടുതൽ സാധ്യത CPM-ൽ ഉണ്ടെന്ന് ആ പാർട്ടി വൃത്തങ്ങൾ തന്നെ പറയുന്നുണ്ട്.